ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോൾ രാജ്യത്ത് ഒറ്റ നികുതി GST യാഥാർത്ഥ്യമാകുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ഒന്ന്, എന്തുകൊണ്ട് GST? രണ്ട്, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമാനമായ GSTയുടെ അർദ്ധരാത്രി പ്രഖ്യാപനം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സംഘപരിവാരത്തിന്റെ കറുത്ത ഏട് മറയ്ക്കാനുള്ള തന്ത്രമോ? മൂന്ന്, അർദ്ധരാത്രിയിലെ ആഘോഷത്തിന് മുഖ്യ പ്രതിപക്ഷ പാർട്ടികളുടെ അസാന്നിധ്യം സർക്കാരിന് തിരിച്ചടിയോ? നാല്, പ്രതിപക്ഷ ബഹിഷ്കരണം എന്തിന്? അഞ്ച്, GST സംസ്ഥാനങ്ങളുടെ നിലവിലുള്ള അധികാരങ്ങൾ എന്ന കേന്ദ്ര നയത്തിന്റെ ഒടുവിലത്തെ ഏടോ? ആറ്, GSTയെ പ്രതിപക്ഷം എതിർക്കുന്നത് രാഷ്ട്രീയ തമാശയാണെന്ന BJPയുടെ വിമർശനത്തിന് അടിസ്ഥാനമുണ്ടോ? ഏഴ്, ഒരു രാജ്യം ഒരു നികുതി എന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്നതിലേക്കുള്ള ചുവടുവയ്പോ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്, ശ്രീ JR പത്മകുമാർ, ശ്രീ PM സുരേഷ് ബാബു, ഒപ്പം MP രാജേഷ് MPയും ചർച്ചയിൽ ചേരും. ഡോക്ടർ തോമസ് ഐസക്, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിൻ്റെ സ്പെസിഫിക് ആയ പ്രശ്നങ്ങൾ അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ പലതിനും വില കൂടുന്ന ഒരവസ്ഥ, ഈ ചെറുകിട വ്യാപാരികൾക്കും ഒക്കെ ഉണ്ടാകുന്ന ആശങ്കകൾ, കേരളത്തിൽ പ്രത്യേകിച്ച് അത്തരം മേഖലകളിലുള്ള ഇപ്പോൾ തുടരുന്ന ആശങ്കകളൊക്കെ അടുത്ത ഒരു 2-3 മാസത്തേക്ക് തുടരുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം തന്നെ. അടുത്തൊരു 8 ആഴ്ചത്തേക്ക് ഇതൊരു ട്രാൻസിഷൻ പീരീഡായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകണം എന്നാണ് അവരും പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് 2 മാസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന പ്രശ്നമായി താങ്കൾ കാണുന്നുണ്ട് ഈ വിലക്കയറ്റം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ? ഇത് 2 മാസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണോ ഈ പ്രശ്നങ്ങളൊക്കെ? 2 മാറ്റം കൊണ്ട് മാറ്റാൻ പറ്റൂല എന്ന് തോന്നുന്നൊരു കാര്യമുണ്ട്. അത് പറയുക വിലക്കയറ്റമാണ്. നിങ്ങൾ അവസാനം പറഞ്ഞ കാര്യമാണ്. ഞാനിതുവരെയൊക്കെ വാദിച്ചുകൊണ്ടിരുന്നത് GST ഒന്നുകൊണ്ട് വില കൂടില്ല, നികുതി കുറച്ചിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് വില കൂടുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതാണേ 90% ചരക്കുകൾക്കും നേരത്തെ ഉണ്ടായിരുന്ന നികുതിയേക്കാൾ കുറവ് നികുതിയേ ഇപ്പോൾ ഉള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നാലപ്പോൾ എന്തിനാണ് കുറച്ചാലും നികുതി ചോർച്ച കുറയുന്നത് കൊണ്ട്, നികുതി പിരിവിൻ്റെ കാര്യക്ഷമത കൂടുന്നതുകൊണ്ട് നികുതി വരുമാനം വർദ്ധിക്കും എന്നാണ് ഒരു പൊതു ന്യായം. പക്ഷെ അത് ദീർഘനാളിലാണ് സംഭവിക്കുക. ഇന്നങ്ങനെയല്ല, നികുതി ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. എന്നാൽ കുറഞ്ഞാലും വിലക്കയറ്റം ഉണ്ടാവും. കാഴ്ചയിൽ MRP വില ഞങ്ങൾ കുറക്കും എന്ന് ഒരൊറ്റ കമ്പനി ഇന്ത്യ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പറ, എവിടെയെങ്കിലും ആരെങ്കിലും? ഇന്നലെയും ജെയ്റ്റ്ലി കമ്പനിയോട് വില കൂട്ടരുതെന്ന് പറഞ്ഞു. വില കൂട്ടരുതെന്നാ പറഞ്ഞിട്ടുള്ളൂ, വില കുറക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നികുതി നിരക്ക് കുറച്ചു, അതുകൊണ്ട് നിങ്ങൾ വില കുറയ്ക്കണമെന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ഇപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാം. പല കമ്പനികളും ഇപ്പോൾ തന്നെ വില കൂട്ടി വെച്ചു. ഇനി കുറച്ചാലും പഴയ വില തന്നെയായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, മിഠായിക്ക് ഇപ്പോൾ എത്ര 22-23% നികുതിയുണ്ട്. എക്സൈസും ഇതെല്ലാം ചേർക്കുമ്പോൾ, വാറ്റും ചേർക്കുമ്പോൾ. ഇപ്പോൾ GSTയിൽ 18 ഉള്ളൂ, നികുതി കുറച്ചു. പക്ഷെ നേരത്തെ മിഠായി മേടിക്കുമ്പോൾ 14% ബില്ല് എഴുതത്തുള്ളൂ, വാറ്റ് ടാക്സ് മാത്രമേ ഉള്ളൂ, എക്സൈസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ GST എഴുതുമ്പോൾ 18% വരുന്നത്. അപ്പോൾ വാങ്ങുന്ന ആൾ വിചാരിക്കുക 14 18ആയി, കച്ചവടക്കാരനും വരും നികുതി കൂടി 14 18ആയി. ഇതാണ് GST വരുമ്പോൾ വില കൂട്ടുന്നതിന് അനുകൂലമായി അന്തരീക്ഷം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് GST നടപ്പാക്കിയ എല്ലാ രാജ്യങ്ങളിലും വിലക്കയറ്റം ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ഗൗരവത്തിലെടുത്ത് ഈ കോർപ്പറേറ്റുകളൊക്കെ ചെവിക്ക് പിടിച്ച് അവരെ വരിക്ക നിർത്തിയില്ലെങ്കിൽ ഇത് വിലക്കയറ്റത്തിലേക്ക് നയിക്കാം. ഇത് ഗൗരവമായ പ്രശ്നമുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യം ചിലപ്പോൾ GSTയുടെ നെറ്റ്വർക്ക് ശരിയായിട്ടില്ല, സോഫ്റ്റ്വെയർ ശരിയായിട്ടില്ല. ഇതൊക്കെ ഇന്ത്യയിലും മിടുമിടുക്കന്മാരുണ്ടെന്ന് അവരൊക്കെ വിളിച്ച് നല്ല ശമ്പളം കൊടുത്താൽ അവർ വന്നിരുന്ന് പണി ചെയ്ത് തീർത്ത് തരും. അങ്ങനെയുള്ള ആളുകളെ എടുത്തിട്ടുള്ളൂ GSTനിലേക്ക്. ഇതൊക്കെ ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിടുന്നതിനേക്കാളൊന്നും പ്രശ്നമുള്ള കാര്യമില്ലല്ലോ എന്ന് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി നടത്തുന്നത്. അത് വേണമെന്ന് വെച്ചാൽ 2 മാസത്തിനുള്ളിൽ പ്രശ്നമൊക്കെ തീർക്കാൻ ഡോക്ടർ ഐസക്, താങ്കൾ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ ഈ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടപ്പിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. ഈ നോട്ട് നിരോധനത്തിന്റെ കാലത്ത് ശരിയാക്കാൻ പോകുന്നു, ഇത്ര ദിവസത്തിനകത്ത് ഇപ്പം ശരിയാക്കുമെന്ന് പറഞ്ഞ് എത്ര ദിവസം മുന്നോട്ട് പോയതാണ് അവിടെ
എത്ര പേർക്ക് ബാങ്കിൽ പോയി പൈസ കിട്ടുന്നില്ല, പുതിയ നോട്ടുകൾ ഇല്ലാതായി, കാർഡ് സിസ്റ്റത്തിലേക്ക് പോകുന്നു, ഡിജിറ്റൽ എക്കോണമി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്യാഷ്ലെസ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ GST കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ കേൾക്കുന്നത്? ഓൺലൈൻ സർവീസിന് ടാക്സ് വരുന്നു, വൈഫൈ സംവിധാനത്തിലുള്ള സർവീസുകൾക്ക് ടാക്സ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ ആകുന്നതിലേക്ക് ആദ്യം ഒരു വലിയ സംവിധാനം കൊണ്ടുവരിക, കാശ് കയ്യിലില്ലാതാക്കുക, ഡിജിറ്റലാക്കുക, എന്നിട്ട് ആ ഡിജിറ്റൽ സംവിധാനത്തിനും സേവനത്തിനും വീണ്ടും കാശ് പിരിക്കുന്ന അവസ്ഥ GSTയിലൂടെ ഉണ്ടാകുക. ഇത് ആരെ സഹായിക്കാനാണ് ഡോക്ടർ ഐസക്? ഇതിൽ ഞാൻ വളരെ കെയർഫുൾ. ചരക്കുകളുടെ നികുതി, ചരക്കുകളുടെ നികുതി എന്നാണ് പറഞ്ഞത്. ഈ സർവീസ് ടാക്സ് എല്ലാത്തിനും സ്വല്പം കൂടുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ വൈഫൈയും ഓൺലൈൻ വ്യാപാരത്തിന് മേലും ഒക്കെ ഉള്ള സർവീസ് ടാക്സ് വർദ്ധിച്ചു വരുന്നത്. പക്ഷെ ഞാൻ നോട്ട് നിരോധനത്തിന് വന്നപ്പോൾ അപ്പം തന്നെ പറഞ്ഞു ഇത് കുളമാകാൻ പോയിണ്, പ്രാന്താന്ന്. ഞാൻ അങ്ങനെയുള്ള ശാപവചനങ്ങളൊന്നും GSTയുടെ നേരം ഉപയോഗിച്ചിട്ടില്ല. അച്ഛൻ അത് ആ ഒരു തലത്തിൽ നോക്കേണ്ടതല്ല. GST അത് എക്കണോമിക് അസംബന്ധമല്ല, അതിന് കൃത്യമായ എക്കണോമിക് ലോജിക്ക് ഉണ്ട്. അത് വാറ്റിനേക്കാളും വിൽപ്പന നികുതിയേക്കാളും മെച്ചമാണ്. അതിൻ്റെ രാഷ്ട്രീയ വിമർശനമാണ് ഒരു ഫെഡറലിസ്റ്റ് രാജ്യത്ത് ഫെഡറൽ ഘടനയുടെ സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ളത്. അത് രാഷ്ട്രീയ വിമർശനമാണ്. സാമ്പത്തികമായിട്ടുള്ള യുക്തി വെച്ച് നോക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലൊരു നികുതി സമ്പ്രദായമാണ്. അതുകൊണ്ട് BJP കൊണ്ടുവന്നു. അതുകൊണ്ടിപ്പോൾ എല്ലാത്തിനും അങ്ങനെ എതിർക്കുക, പറയുക, അങ്ങനെ ഒരു സമീപനമില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞ വ്യക്തി ഞാൻ പറഞ്ഞല്ലോ, ഒരു അർദ്ധരാത്രി പാർലമെൻ്റൊക്കെ സമ്മേളിച്ച് ആഘോഷിക്കേണ്ട കാര്യവും അതൊന്നും ഇതിലില്ല. ശരി ശരി ഡോക്ടർ ഐസക്, ഞാൻ വരാം. അതിലേക്കാണ് മറ്റ് അതിഥികൾ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഏറ്റവും വലിയ വിമർശനം ഏറ്റവും ആദ്യം തന്നെ ഡോക്ടർ തോമസ് ഐസക് ഉയർത്തിയതാണ്. ഇത് GST നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതിനും അത് ആഘോഷിക്കുന്നതിനും, GST നടപ്പിലാക്കുന്നതിന് അദ്ദേഹം കണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ആശയത്തോടൊന്നും എതിർപ്പില്ല. പക്ഷെ അതേസമയം ഇത് ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മറുവശത്ത് നടക്കുന്നത് എന്താണ് എന്നുള്ളത്, ആളെ കൊല്ലുന്ന ഒരു സംവിധാനം അപ്പുറത്ത് നടക്കുമ്പോൾ ഈ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്നതിന് പ്രതിപക്ഷം കൂട്ടുനിൽക്കുന്നില്ല. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ, മുഖ്യ പ്രതിപക്ഷ പാർട്ടികളുടെ ആരുടെയും സഹായമില്ലാതെ, അവരുടെ സാന്നിധ്യമില്ലാതെ ഈ ആഘോഷത്തിലേക്ക് നിങ്ങൾ പോകുന്നു. ഇത് നിങ്ങളുടെ സമവായ നീക്കങ്ങൾ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ പരാജയമല്ലേ? അല്ല, നമ്മളിപ്പോൾ ഒരു GST നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന ഗുണവും ദോഷവും അതിനെക്കുറിച്ചാണ് ചർച്ച. ഇതിനിടയിൽ കൂടെ നമ്മൾ ഈ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അതിൻ്റെ ഇടയിൽ കൂടി വേറൊരു കാര്യം പറയരുത്. അത് ആദ്യമേ ഞാൻ പറയുക, മറ്റാളുകളെ കൊല്ലുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലല്ല, ആഘോഷം ശരി തന്നെയാണ്. ആഘോഷിക്കും. ഞങ്ങൾ ഓരോ പരിപാടികളും പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളത്തിലും എല്ലാം ആഘോഷിക്കുമല്ലോ. ഇതിന് GSTയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേണായ ഒരു നിലപാട് സ്വീകരിച്ചു. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വളരെ നിർണായകമായ പങ്ക് വഹിച്ചു. അത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അതിൽ ആഘോഷിക്കുന്നതിൽ എന്താ തെറ്റ്? അത് വേറൊരു കാര്യം. ഇപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം നമുക്കറിയാം. ഇപ്പോൾ തോമസ് ഐസക്, ബഹുമാനപ്പെട്ട നമ്മുടെ ധനകാര്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നു. കയ്യും കെട്ടിയിരുന്നാൽ 14% ടാക്സ് ഞങ്ങൾക്ക് കിട്ടും. നേരത്തെ പറഞ്ഞു കേരളത്തിൻ്റെ എക്കോണമിയിലൊരു 30,000 കോടിയുടെ വരുമാനം അധികമായിട്ട് ഉണ്ടാകും. പിന്നെ ഒരു ഘട്ടത്തിൽ പറയും ഇതൊന്നും ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ നല്ല വശങ്ങൾ വരുമ്പോൾ ഇത് ഞാനും കൂടി ചർച്ച ചെയ്താണ് ഇത് ഉണ്ടാക്കിയത്. അതിൽ മോശം വശം വരുമ്പോൾ ഞാൻ അതിൽ ഇടപെട്ടില്ല. ഇതെങ്ങനെയാണ് GST ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഈ GST എടുക്കുന്നത് ഈ ഫെഡറൽ സംവിധാനത്തെ കുറെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ്. GST കൗൺസിലാണ് തീരുമാനം എടുക്കുന്നത്, അല്ലാതെ നരേന്ദ്രമോദിയോ മറ്റേ നമ്മുടെ ധനകാര്യ മന്ത്രിയല്ല തീരുമാനമെടുക്കുന്നത്. ഒരു കൂട്ടായ തീരുമാനം. ഞാൻ ഒന്ന് സമയത്തിന്റെ പ്രശ്നം കൂടെ ഇടപെടുകയാണ്. അതായത് നമ്മൾ GSTയുടെ സാങ്കേതിക വശങ്ങളും നടപ്പിലാക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും ഒക്കെയാണ് ആദ്യ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയത്. ഇപ്പോൾ അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ BJP ഈ GST നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഒരുക്കുന്ന ഒരു നാടകമാണ്. ആ GSTയെ പലരും അനുകൂലിക്കുമ്പോൾ തന്നെ GSTയുടെ ആഘോഷത്തെയാണ് പലരും എതിർക്കുന്നത്. ഇപ്പോൾ ആ ആഘോഷത്തിന് പ്രതിപക്ഷത്തെ എത്തിക്കാൻ പറ്റാതെ പോയതിനുള്ള കാരണമാണ് അവർ പറയുന്നത് ആഘോഷിക്കാൻ പറ്റിയ സമയമല്ല ഒന്ന്. രണ്ടാമത് GST എല്ലാവരുടെയും കൂടി കുഞ്ഞാണ് എന്നുള്ളത് എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ ഇങ്ങനെ നടത്തുന്ന ഒരു നാടകം എന്തിനു വേണ്ടിയിട്ടാണ്?
ഒരു നാടകവുമില്ല. ഇത് ഒരു മനസ്സിലുള്ള ഒരു നിരാശയിൽ നിന്ന് ഉടലെടുത്ത കുറേ അഭിപ്രായങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് ഇതെല്ലാം ചർച്ച ചെയ്ത സമയത്ത് ഇതിനെ സംബന്ധിച്ച് മറ്റ് എതിർപ്പുകളോ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ആഘോഷം ഇതുമായി ബന്ധപ്പെട്ട് GSTയെ സംബന്ധിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് അതിന് കാര്യമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒരു പൊളിറ്റിക്കൽ ഇന്ത്യ ആണ് ഉണ്ടായിട്ടുള്ളത്. അത് മാറി ഒരു എക്കണോമിക് ഇന്ത്യ, ഒരു ടാക്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും ഒരേ നിയമം, ഒരേ ടാക്സ്, ഈ രീതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചരിത്രപരമായൊരു സംഭവമാക്കി അത് മാറും. അത് കാരണമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻസ് അസംബ്ലി നമ്മുടെ ഭരണഘടന പാസ്സാക്കിയെടുത്ത സാഹചര്യം നിങ്ങൾക്കറിയാം. ആ സാഹചര്യത്തിൽ ഓരോ ആർട്ടിക്കിളായി ചർച്ച ചെയ്ത് ആണ് സംബന്ധിച്ചൊരു തീരുമാനമെടുത്ത് നമ്മുടെ ഭരണഘടനയായി കൊണ്ടാക്കിയത്. ഇതേ തരത്തിൽ ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ GSTയെ സംബന്ധിച്ച് ഓരോ ഇഷ്യൂവും GST കൗൺസിൽ ചർച്ച ചെയ്ത്, നേരത്തെ അതിന് അവകാശം ഭരണഘടന കൊടുത്തിട്ടുണ്ട്, പാർലമെന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പ് സെക്ഷനും അതുകൊണ്ടാണ് ചരിത്രപരമായ ഒരു പ്രാധാന്യം അതിനുണ്ട്. അത് ആഘോഷിക്കണമെന്ന് NDA ഗവൺമെന്റ് തീരുമാനിച്ചു. അതിലെന്താ തെറ്റ്? ശരി, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇപ്പോൾ കോൺഗ്രസ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ്. ഈ JR പത്മകുമാർ സൂചിപ്പിച്ച, അദ്ദേഹം വിശദീകരിച്ച സാഹചര്യത്തിലാണ് GST വരുന്നത് എന്നുള്ളത് സ്വാതന്ത്ര്യ ദിനത്തിലെ ആഘോഷത്തിന് സമാനമായ ഒരു അന്തരീക്ഷത്തിൻ്റെ പുനരവതരണത്തിന് മതിയായ കാരണം ആണോ? ഞാനെങ്ങനെയാണ് അതിന് മറുപടി പറയേണ്ടത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം പത്മകുമാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തും ഒരു ലേണഡ് ജെന്റിൽമാനുമാണ്. അദ്ദേഹം ഇതിനെ ഒരു പാർലമെന്റ് പാസ്സാക്കിക്കൊണ്ടിട്ടുള്ള ഒരു നിയമത്തെ ഈ ഒരു ആഘോഷ പരിപാടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് തുലനമായി കണക്കാക്കിക്കൊണ്ട് അത് നടപ്പാക്കുന്നതിനെ കുറിച്ച് പാർലമെന്റിൽ അർദ്ധരാത്രിയിലിരുന്ന് പ്രതികരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആവേശഭരിതമാകുന്നത് എത്രത്തോളം അപക്വമായ ഒരു പൊതു സമീപനമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, ലോക്സഭയിലും രാജ്യസഭയിലും ഇരുന്ന പ്രതിനിധികൾ ഒരു 4-5 വർഷത്തിൽ കൂടുതലുള്ള നിരന്തരമായ ചർച്ചകൾക്ക്, നിരന്തരമായ കൺസീലിയേഷനുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള നിരന്തരമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാക്കിയതിന് ശേഷം അത് പാർലമെന്റിനകത്ത് പാസ്സാക്കിയെടുക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ എതിർപ്പോടുകൂടി തന്നെ സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ഒരു സംഗതിയെ ഇങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അർദ്ധരാത്രിയിൽ അതിന് പ്രഖ്യാപനം നടന്നതുപോലെ ഉള്ള ഒരു പ്രഖ്യാപനമായി ഈ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിന് എന്ത് ബേസിക്കാണ്, എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത് എന്നത് നമ്മൾ ആലോചിക്കണം. ഇതിനേക്കാൾ ചരിത്ര മുഹൂർത്തമായ ഒരുപാട് തീരുമാനങ്ങൾ, ഒരുപാട് നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് നേരത്തെ പാസ്സാക്കിയിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരുപടി നിയമങ്ങൾ. അതൊക്കെ ഇങ്ങനെ ആഘോഷപൂർവ്വം പാർലമെന്റ്, രാഷ്ട്രീയ പാർട്ടികൾ ആഘോഷിക്കുന്നതിന് ഞാൻ എതിർപ്പല്ല. രാഷ്ട്രീയ പാർട്ടികൾ BJP അതിനെ എതിർത്തോട്ടെ, ഞങ്ങൾക്ക് മറുപടി പറയാം. ഞങ്ങളുടെ കാലത്താണ് ചർച്ച നടന്നത്, അല്ലെ മറ്റവരുടെ കാലത്താണ് ഇത് തുടർന്നത്, ഈ തരുന്ന മറുപടിയൊക്കെ പറയാം. പക്ഷേ ഇത് ഇന്ത്യൻ പ്രസിഡന്റിനെ അടക്കം വിളിച്ചു ഇരുത്തിയിട്ടുള്ള സമയത്ത് പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. സബ്ജക്ട് ടു കറക്ഷൻ. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് ജനസമക്ഷം സമർപ്പിക്കുന്നതിന് കഴിഞ്ഞ 3 കൊല്ലത്തെ ഭരണത്തിൻ്റെ കീഴിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യവും നടപ്പാക്കാൻ കഴിയാത്തതിൻ്റെ പരാജയ സമ്മതമായിട്ട് വേണം ഈ ആഘോഷത്തെ കാണാൻ എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള നിരീക്ഷണം. ശ്രീ JR പത്മകുമാർ, മറുപടി. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിരാശയിൽ നിന്നും ഉടലെടുത്താണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ ലാൽ, ഒന്നും പറയാനുള്ള അവസരം തരിക. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ ഈ ഇതിനെ എതിർക്കുന്നത് എല്ലാവരും കൂടി ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു സംഭവം, അത് എല്ലാവരെയും BJPയുടെ ഒരു ആഘോഷമാക്കിയായിട്ട് മാറ്റില്ല. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു, പ്രതിപക്ഷ പാർട്ടികളെ വിളിച്ചു, മുൻ പ്രധാനമന്ത്രിയെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചിട്ട് അത് ഒരു പരിപാടിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിലെന്താ നമ്മൾ ഈ ഒരു JR പത്മകുമാർ, സ്വാതന്ത്ര്യ ദിനത്തിന് തുല്യമായ രീതിയിൽ ആഘോഷിക്കേണ്ട ഒരു ദിനമാണ് BJP പറയുന്നതിൽ എത്രമാത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഐസക് നേരത്തെ പറഞ്ഞതാണ്, അതായത് ഈ GSTയെ പല ഘട്ടങ്ങളിലും പാരവച്ചത്
BJP തന്നെയാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്താണ് ചെയ്തത്? ഈ GSTയെ എതിർക്കുക എന്നുള്ള വലിയ ശക്തമായ ഇടപാട് നടത്തിയത് അന്ന് നരേന്ദ്രമോദി ആയിരുന്നു. അങ്ങനെയല്ലോ ഇത് നടന്ന സംഭവമാണ്. അതിനുശേഷം ഇപ്പോൾ പാർലമെന്റിൽ വന്നപ്പോൾ പരാജയപ്പെട്ട അവസരത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത് പരാജയപ്പെടുത്താൻ ശ്രമിച്ചതും BJP ആണ്. പിന്നെ ഇപ്പോൾ ഈ ആഘോഷം നടത്തുന്നത് ഒരു നാടകമാണെന്നുള്ളത് കാണേണ്ടത്. ഗാന്ധിയെ തട്ടിയെടുത്തതുപോലെ ഇപ്പോൾ നെഹ്റുവിന് സമാനമായി അവതരിപ്പിക്കുന്നതിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ വിമർശിക്കുന്നത്. അല്ല, അങ്ങനെ വിമർശിക്കുന്നവർക്ക് അവകാശമുണ്ട്, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ലല്ലോ. പക്ഷെ അതല്ലല്ലോ യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ തുടക്കിയ സമയത്ത് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഇന്ത്യ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു എക്കണോമിക് ഇന്ത്യ ഒരു തമിഴ്നാട്ടിലെ ഇതിൻ്റെ എക്കണോമിക്സ് വേറെ ആയിരുന്നു, ഓരോ സംസ്ഥാനത്തിനും വേറെ ആയിരുന്നു. ഒരു യൂണിഫോം ആയിട്ട് വരുന്ന ഒരു ചരിത്ര സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് സമാനമായ ഒരു പൊളിറ്റിക്കൽ ഇന്ത്യ എന്നുള്ളത് മാറി ഒരു എക്കണോമിക് ഇന്ത്യ, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ആഘോഷമാക്കുന്നു. അത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞോളൂ, ഞങ്ങൾ നേരത്തെ ഇതുമായിട്ട് നടന്ന ചർച്ചയിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിമാർ, അന്ന് ഫിനാൻസ് മിനിസ്റ്റർമാർ ഇതിൽ പങ്കെടുത്തിരുന്ന ഈ എംപവർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ആൾ എന്താ പറഞ്ഞത്? അന്ന് പ്രണബ് മുഖർജി പറഞ്ഞ 2010 ഇത് നടപ്പിലാക്കും, ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞ് 11 വരെ നടപ്പിലാക്കണം. പിന്നെ എതിർപ്പുകൾ അന്നത്തെ ഘടനയിൽ നിന്ന് വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഒരു കൗൺസിൽ ഇത് എംപവേർഡ് കമ്മിറ്റി കൊണ്ടുവന്നത് 16 ടൈപ്സ് ഓഫ് റേറ്റാണ് കൊണ്ടുവന്നത്. 16 ടൈപ്പ് ഓഫ് റേറ്റാണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം മാറ്റം വന്നിട്ട് ഈ 4 ടൈപ്പായിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് കോമ്പൻസേറ്റ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ആ നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനം, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ആ നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യണം. ഞങ്ങൾ 2019 തുടങ്ങുമെന്ന് പറഞ്ഞത് 11 മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. അത് എപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പറയുന്ന കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് നിയമം പാസ്സാക്കിയിട്ട് റൂൾസ് ഒക്കെ വന്നിട്ട് കേരളത്തിൽ എന്താ സ്ഥിതി? ഇപ്പോഴും ഓർഡിനൻസ് ആണ്. ഇതിനകത്തുള്ള ആശങ്കകൾ കേരളം മാത്രമാണ്. ശ്രീ JR പത്മകുമാർ, ഒരു നിമിഷം. അതായത് കേരളം മാത്രമാണ്, ഡോക്ടർ ഐസക് മാത്രമാണ് വിവരമുള്ള രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളെ എല്ലാ മന്ത്രിമാരെയും ഉദ്ദേശിച്ചല്ല. ഇന്നിപ്പോ നമ്മൾ അതിന് ഉദാഹരണം കണ്ടതാണ്. യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിസഭ അംഗത്തിന് പോലും GST എന്താണെന്ന് അറിയില്ല. കേരള മന്ത്രിസഭയിൽ GSTയെ കുറിച്ച് എത്ര പേര് പറയുമെന്ന് അത് വെച്ചിട്ട് ജനറലൈസ് ചെയ്യരുത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസിഷൻസ് ഒക്കെ എടുത്തത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ അഭിപ്രായം മിടിക്കൊണ്ട് മാത്രമൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, 75% വോട്ടുണ്ടെങ്കിലേ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. ആ 75% വോട്ട് വേണമെങ്കിൽ 16 സ്റ്റേറ്റുകൾ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. 3-1 വോട്ട്. JR പത്മകുമാർ, അതായത് നേരത്തെ നരേന്ദ്രമോദി എന്ത് നിലപാടാണ് GSTയിൽ എടുത്തത് എന്നതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ശ്രീ MP രാജേഷ്, ഇപ്പോൾ ആഘോഷിക്കാനുള്ള എല്ലാ വകയും ഉണ്ട് BJPക്ക് എന്നാണ് BJP ഇപ്പോഴും അവകാശപ്പെടുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ അതേ അവസ്ഥയിലുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് ഈ അല്പസമയം കഴിയുമ്പോൾ രാജ്യം എത്തുന്നു. പ്രതിപക്ഷം അത് എന്തുകൊണ്ട് ബഹിഷ്കരിക്കുന്നു എന്നാണ് BJPക്ക് ഇപ്പോഴും സംശയം. ഒന്ന്, ബഹിഷ്കരിക്കാനൊന്നും ആരും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ BJP ഇതിനെ ആഘോഷമാക്കി മാറ്റുന്നത് ഇതിനു മുമ്പ് പലതും ആഘോഷമാക്കി കൃത്രിമമായിട്ടുള്ള ആഘോഷം സൃഷ്ടിച്ചതുപോലെ മാത്രമേ ഉള്ളൂ. BJPക്ക് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം വേണം എന്നൊരു പരസ്യത്തിൽ പറയുന്നത് പോലെ ആഘോഷിക്കാൻ ഓരോരോ കാരണങ്ങൾ വേണം. കാരണം ഈ ആഘോഷങ്ങളുടെ പിന്നിൽ അവരുടെ ഒട്ടേറെ പരാജയങ്ങളും അരുതായ്മകളും ഒക്കെ മറച്ചു വെക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്ന് പറഞ്ഞൊരു ആഘോഷം അവർ കൊണ്ടുവരികയുണ്ടായി. ഭരണഘടന അംഗീകരിച്ച ജനുവരി 26 അവർക്ക് പ്രാധാന്യമുള്ളതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്നൊരാഘോഷം ഉയർത്തിക്കൊണ്ടുവന്നു. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒന്ന്, 4 വർഷമാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി GSTയെ എതിർത്തത്, അത് നടപ്പാക്കുന്നത് വൈകിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇത്രമാത്രം ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു മഹാസംഭവമാണ് എന്നത് പ്രചരണമാണ്. പ്രധാനമായിട്ടും കോർപ്പറേറ്റ് മീഡിയ എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രചരണമാണ്. യഥാർത്ഥത്തിൽ ഗെയിം ചേഞ്ചർ എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു മഹാസംഭവമായിട്ട് ഇതിനെ കാണേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇപ്പോൾ ഇത്ര തിരക്കിട്ടും തിടുക്കത്തിലും
GST നടപ്പാക്കുന്നതും ഗുണകരമായിരിക്കില്ല. അത് ചെറുകിട കച്ചവടക്കാരെ ഒക്കെ വലിയ തോതിൽ ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പോൾ തന്നെ വലിയ പ്രതിഷേധം രാജ്യത്ത് അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയാണ്. ആരാണ് ഇത്ര അത്യുത്സാഹത്തോടു കൂടി ഈ ആഘോഷത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഇന്നിറങ്ങിയ പ്രധാനപ്പെട്ട ദേശീയ പത്രങ്ങളും നോക്കിയാൽ മതി. അസോച്ചമും ഫിക്കിയും CIIയും പോലുള്ള കോർപ്പറേറ്റുകളാണ്, വൻകിടക്കാരാണ് ഇതിന്റെ ഉത്സാഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ BJPയും ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ചെറുകിട കച്ചവടക്കാർ ഉത്കണ്ഠയിലാണ്. കാരണം GST പോലുള്ളൊരു വലിയ പരിഷ്കാരം, വളരെ സങ്കീർണമായിട്ടുള്ളൊരു പരിഷ്കാരം നടപ്പാക്കുമ്പോൾ അതിത്ര തിടുക്കത്തിൽ ചെയ്യേണ്ടതല്ല. അതിനാവശ്യമായിട്ടുള്ള ഗൃഹപാഠം, തയ്യാറെടുപ്പുകൾ ഒക്കെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് നടത്താതെ തിടുക്കത്തിൽ ചെയ്യുമ്പോൾ അത് ചെറുകിട കച്ചവടക്കാരെ മാത്രമല്ല, ഉപഭോക്താക്കളെ, ജനങ്ങളെ, സാമാന്യ ജനങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും ബാധിക്കും എന്നത് നമ്മൾ കാണണം. ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയോളം അതിൽ അധികം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വരുമാന നഷ്ടം വരും എന്നാണ് ഏകദേശമായിട്ടുള്ള ഒരു കണക്ക്. കാരണം നിലവിലുള്ള കേന്ദ്ര സംസ്ഥാന നികുതികളെക്കാൾ താഴ്ന്ന നിരക്കിലാണ് GST നികുതി നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 1 ലക്ഷം കോടി രൂപയോളം വരുമാന നഷ്ടം വരുമ്പോൾ ആ വരുമാന നഷ്ടത്തിന്റെ നേട്ടമാർക്ക് എന്നതാണ് പ്രശ്നം. ആ നേട്ടം ജനങ്ങൾക്ക്, ഉപഭോക്താക്കൾക്ക് കിട്ടും എന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഇന്നലെ കോർപ്പറേറ്റ് ലീഡർഷിപ്പുമായിട്ട്, ഇന്ത്യ ഇൻകുമായിട്ടുള്ള കൂടിക്കാഴ്ച അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രി നടത്തുകയുണ്ടായി. അരുൺ ജെയ്റ്റ്ലി അതിൽ അഭ്യർത്ഥിക്കുകയാണ്, ഈ കോർപ്പറേറ്റുകളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ താഴ്ന്ന നികുതി നിരക്കിന്റെ ഗുണം ജനങ്ങളിലേക്ക് കൈമാറാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറുഭാഗത്തുള്ള നീക്കങ്ങൾ നമ്മളിപ്പോൾ തന്നെ കാണുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിനെടുത്താൽ സിമന്റ് ഉൽപാദകർ അവർ ഈ നികുതി നിരക്കിലുണ്ടാവുന്ന കുറവ് അനുസരിച്ച് അടിസ്ഥാന വില കൂട്ടി നിശ്ചയിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ വിതരണക്കാർ കൂടുതൽ മാർജിൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വ്യക്തമാവുന്നൊരു കാര്യം, നികുതി നിരക്ക് താഴ്ത്തിയത് കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരുമാനത്തിൽ ഉണ്ടാവുന്ന നഷ്ടം ഇവരുടെ, ഈ വൻകിടക്കാരുടെ ലാഭമായിട്ട് മാറാൻ പോകുന്നു എന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടാൻ പോകുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ശരി, ശ്രീ MP രാജേഷ്, ഞാൻ തിരിച്ചെത്താം. അപ്പോൾ ഇടതുപക്ഷം ആ കാര്യം കൊണ്ടാണ് ഈ ആഘോഷത്തെ വിമർശിക്കുന്നത്. അതേസമയം ശ്രീ PM സുരേഷ് ബാബു കോൺഗ്രസ് ബഹിഷ്കരണം എന്ന് തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാര്യത്തിൽ കോൺഗ്രസും ഇപ്പോൾ ശ്രീ MP രാജേഷ് പറഞ്ഞതുപോലത്തെ ഒരു GST സംവിധാനത്തെ തന്നെ ആയിരുന്നില്ലേ ഒരുപക്ഷെ പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ചകൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് വന്നിരുന്നത്? അതിനെയാണോ അന്ന് BJP എതിർത്തത്? അത് തന്നെയാണോ ഇപ്പോൾ BJP നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾ ബഹിഷ്കരിക്കാൻ പോകുന്നതും? അല്ല, നമുക്കറിയാലോ മിസ്റ്റർ ലാൽ, നമുക്കറിയുന്നൊരു വിഷയമുണ്ടല്ലോ. കോൺഗ്രസ് ഭരണകാലഘട്ടത്തിലാണല്ലോ ഈ നിർദ്ദേശ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് തുടക്കമുണ്ടായത്. പക്ഷേ അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുന്നതിനുമുള്ള ഇടവേളയിലാണ് ഭരണമാറ്റം ഉണ്ടാകുന്നത്. ആ ഭരണമാറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഞങ്ങളന്ന് നിർദ്ദേശിച്ചത് മാക്സിമം ലെവൽ ഓഫ് ഇൻകം ടാക്സിങ് 18% നിന്ന് കൂട്ടാൻ പാടില്ല എന്നുള്ളതാണ്. പ്രായോഗികമാണോ അപ്രായോഗികമാണോ എന്നൊക്കെ പിന്നീടുള്ള എംപവറിംഗ് കമ്മിറ്റിയുടെ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണെന്ന കാര്യത്തിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ 18% കൂടുതൽ നികുതി ഈടാക്കുന്ന സ്ലാബ് ഉണ്ടാവരുത് എന്ന കാര്യത്തിൽ വെച്ചാണ് കോൺഗ്രസ് പാർലമെന്റിനകത്ത് ഇത് പെട്ടെന്ന് പാസ്സാക്കിയെടുക്കുന്നതിനുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ ശ്രീ രാജേഷ് ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, ഞങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ എവിടെയെങ്കിലും നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ, നഷ്ടമെന്നുദ്ദേശിക്കുന്നത് അത് കൺസ്യൂമറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണം. നികുതി കുറച്ച് സർക്കാരിൽ നികുതി വരുമാനം കുറയുന്ന സാഹചര്യത്തിൽ അത് കോർപ്പറേറ്റുകൾക്കോ അല്ലെങ്കിൽ ഇടത്തട്ടുകാർക്കോ പാസ് ഓൺ ചെയ്യുന്നതിന് പകരമായി അത് സാധാരണ ജനങ്ങളിലേക്ക്, അൾട്ടിമേറ്റ് അതിൻ്റെ അന്തിമ ഉപഭോക്താവിലേക്ക് എത്തപ്പെടുന്ന, അതിൻ്റെ ഗുണഫലം എത്തപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അതുണ്ടാകാനില്ല എന്ന ആശങ്കയാണ് പാർലമെന്റ് അംഗം കൂടിയായ ശ്രീ രാജേഷ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഗൗരവത്തോടുകൂടി ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അത്തരം ആലോചനയിലാണ് കോൺഗ്രസും ഇതിനെ ബഹിഷ്കരിക്കുക എന്നതടക്കമുള്ള
അതീവ കടുത്ത തീരുമാനത്തിലേക്ക് ഞങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ളത്. ശ്രീ ജെ.ആർ. പത്മകുമാർ, അപ്പോൾ കൃത്യമായി പ്രതിപക്ഷത്തിന് ഈ കാര്യത്തിൽ വിശദീകരണം ഉണ്ട്. അവർ എന്തുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയി ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളത്. ചെറുകിടക്കാർ എന്ന് പറയുന്നത് ഒരു ചെറിയ സമൂഹമല്ല, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നവരാണ്. അവരെ സഹായിക്കുന്നതിന് പകരം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടാണ് GSTയിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രധാന വിമർശനം. അത് ആഘോഷിക്കാനുള്ളതാണോ? ഈ പറഞ്ഞിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ ആശങ്ക ഒരു അടിസ്ഥാനവും ഇല്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ CPI ആ ബാസ്ക്കറ്റിൽ വരുന്ന അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വരുന്ന സാധനങ്ങളിൽ 50% ടാക്സ് ഇല്ലാതെ പോവുകയാണ്, നികുതി ഇല്ലാതെ പോവുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ആരെയാണ്? ഈ നാട്ടിലെ ഏറ്റവും പട്ടിണി പാവങ്ങളാണ്. ഫുഡ് ഗ്രെയിൻസ് നോക്കുമ്പോൾ 50% കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബാസ്ക്കറ്റിൽ വരുന്ന 50% നികുതി ഇല്ലാതെ പോകുന്നു, ലെസ് നികുതി. അത് കഴിഞ്ഞിട്ട് 0 നികുതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഏകദേശം ഈ 50%-ന് 90% വരുന്നത് 5% അപ്പം ഏറ്റവും കൂടുതൽ ഈ നികുതി കുറവ് വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഗുണമുണ്ടാകുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ അതാണ് പറയുന്നത്. നിങ്ങൾ അവസരം തരിക. നേരത്തെ ആൾ സംസാരിക്കുമ്പോൾ ഉണ്ടാതിരിക്കുകയും എന്നെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യരുത്. എനിക്ക് പറയാനുള്ള അവസരം തന്നാൽ മതി. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ആശങ്കയൊന്നുമില്ല. ഒരു ആൻറ്റി പ്രോഫിറ്ററിങ് മെക്കാനിസം ഇതിനകത്തുണ്ട്, ആ മെഷറുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ വില കൂട്ടാൻ നേരത്തേനേക്കാൾ MRP കൂട്ടാൻ പറ്റില്ല. അത് വളരെ കാര്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ് സംവിധാനമുണ്ട്. അപ്പം നിലവിലുള്ള നേരത്തെ ഉണ്ടായിട്ടുള്ള അവരെ MRPയിൽ നിന്ന് പിന്നെ കൂട്ടാൻ പറ്റില്ല. ടാക്സ് കുറയുന്നുണ്ട്. ചില മെജോറിറ്റി സാധനങ്ങൾ ടാക്സ് കുറയുമ്പോൾ വില കുറയുമെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ അതിന് നമുക്ക് പ്രശ്നം എന്താ? പിന്നെ ഈ പറയുന്നൊരു നഷ്ടം ചിലതിൽ അങ്ങോട്ട്, അതിനാണ് RNR എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. ചിലതിൽ നികുതി കുറയുമ്പോൾ ചിലതിൽ കൂടും. ഇത് രണ്ടും കൂടി വരുമ്പോൾ ന്യൂട്രലൈസ് ചെയ്ത് പോകും. ശരി, അങ്ങ് പറയുന്ന ഈ സാമ്പത്തിക ഫോർമുലകളും സിദ്ധാന്തങ്ങളും ഒക്കെ നേരത്തെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവിടെ ആ കാര്യങ്ങൾ തന്നെ രാഷ്ട്രീയ നേതൃത്വവും ജനങ്ങളുടെ മുമ്പാകെ യഥാർത്ഥ വസ്തുത എതിർക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? സാമ്പത്തിക വിലക്കയറ്റം വരുന്നത് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എങ്ങനെ പാസ് ഓവർ ചെയ്യുന്നു? സാധാരണക്കാരന് മാത്രമല്ല, പല മന്ത്രിമാർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ വീണ്ടും പറയുന്നു. ശരി. അപ്പോൾ എനിക്ക് അതിനകത്ത് അങ്ങയോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘട്ടം GSTയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് ഈ സമയം അതെല്ലാം തയ്യാറെടുത്തിട്ടുണ്ട് എന്ന ഒരു പരിശോധന നടന്നിട്ടുണ്ടോ? ഈ സംസ്ഥാനങ്ങൾക്ക് അധികാരം പോകുന്നു, അവരുടെ അധികാരം പിടിച്ചെടുക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പരാതിയാണ്. ഇതിനകത്ത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഹിതം കുറയുന്നു എന്നുള്ളത് വലിയ പരാതിയാണ്. ഈ GST വരുമ്പോൾ തുല്യമായിട്ടല്ല, കൂടുതൽ പരിഗണന സംസ്ഥാനങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു. അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് എങ്ങോട്ടുള്ള പോക്കാണ്? അങ്ങനെയല്ലല്ലോ. സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്നുള്ളതിൽ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടാവില്ല. മാനുഫാക്ചറിങ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമുണ്ടാകും. കേരളത്തിൻ്റെ 65% സർവീസ് മേഖലയിൽ നിന്നുള്ള വരുമാനമാണ് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും കേരളത്തിന് പൈസ ഉണ്ടാവും. മാനുഫാക്ചറിങ് സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകും. അത് 2020 വരെ കോമ്പൻസേറ്റ് ചെയ്യാൻ കേന്ദ്രം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്യൂ വസ്തുവിന് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന് ഇപ്പോൾ ഒരു 10-500 കോടി രൂപയുടെ നഷ്ടം വന്നു, അതിന് ഉടനെ ലാഭം അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നില്ല. മൊത്തത്തിൽ ഇതിൻ്റെ ടാക്സിൻ്റെ ടേൺ ഓവർ നോക്കുമ്പോൾ അല്ലെങ്കിൽ വരുമാനം നോക്കുമ്പോൾ ആ വരുമാനത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സെൻട്രൽ തയ്യാറാകും. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഇതുപോലെ മറ്റ് സെൻട്രലിൻ്റെ ഡിവിഷൻ വരുന്നുണ്ടല്ലോ, അത് നിർത്തലാക്കി എന്നുള്ളൊരു ഇതുവരെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. ഫിനാൻസ് കമ്മീഷന്റെ ക്ലാരിഫിക്കേഷൻ ഇല്ല, പ്രശ്നം. ശ്രീ MP രാജേഷ്, ഇപ്പോൾ ആഘോഷത്തിന്റെ കാര്യങ്ങൾ ആണ് നമ്മൾ പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നോക്കുന്നതെങ്കിലും ഇപ്പോൾ ശ്രീ J.R. പത്മകുമാർ പറഞ്ഞു വെക്കുന്നത് ഈ ഫെഡറൽ അധികാരങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നേട്ടം എന്നുള്ള നിലയിലേക്കാണ്. ആ നിലയിലേക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നതാണോ? ശ്രീ J.R. പത്മകുമാർ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞു നികുതി കുറയും, നികുതി നിരക്കുകൾ കുറയുമെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സംസ്ഥാന നികുതി നിരക്കുകൾ നിലവിലുള്ളതിനേക്കാൾ താഴെയാണ് GSTയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നികുതി നിരക്ക് കുറയും. നികുതി നിരക്ക് കുറയുന്നത് കൊണ്ടാണ് 1 ലക്ഷം കോടിയിലേറെ രൂപയുടെ വരുമാന നഷ്ടം 2 ഗവൺമെന്റുകൾക്കും കൂടി ചേർന്നുണ്ടാവുന്നത്.
നികുതി കുറഞ്ഞതുകൊണ്ട് മാത്രം അതിന്റെ ഗുണം നേരെ ഉപഭോക്താവിന് കിട്ടില്ല എന്നുള്ളതാണ് ഉന്നയിക്കപ്പെടുന്ന വിമർശനം. അദ്ദേഹം പറയുന്നു നികുതി കുറയും, അതുകൊണ്ട് ഉപഭോക്താവിന് ഗുണം കിട്ടില്ല എന്നതിന്റെ ഉദാഹരണം എന്താണ്? ഉദാഹരണം ഞാനിപ്പോൾ സിമന്റ് ഉൽപാദകരുടെ കാര്യം പറഞ്ഞു. അവര് ആ കുറവ് കണക്കാക്കിയിട്ട് വില നിശ്ചയിക്കുകയാണ്, അടിസ്ഥാന വില നിശ്ചയിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഗുണം, നികുതി കുറയുന്നതിന്റെ ഗുണം പാസ് ഓൺ ചെയ്യപ്പെടുന്നില്ല. വിതരണക്കാർ കൂടുതൽ മാർജിൻ ആവശ്യപ്പെട്ട് ഇപ്പോൾ തന്നെ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് പോകുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, കേരളം GST കൗൺസിലിൽ ആവശ്യപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിലവിലുള്ള നികുതി നിരക്ക്, നിലവിലുള്ള വിൽപ്പന വില, ഇതും അതോടൊപ്പം തന്നെ പുതിയ നികുതി നിരക്ക് എത്ര കുറവ് വരുന്നു, അങ്ങനെ വന്നാൽ വിൽപ്പന വിലയിൽ എത്ര കുറവ് വരും പുതുതായിട്ട് GST വരുമ്പോൾ, ഈ പട്ടിക പ്രദർശിപ്പിക്കണം എന്ന കാര്യം GST കൗൺസിലിൽ കേരളത്തിന്റെ നിർദ്ദേശമായിരുന്നു. ഡോക്ടർ തോമസ് ഐസക് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണെന്ന് മാത്രമല്ല, കേരളത്തിലെ 80ഓളം ചരക്കുകളുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്ര ധനമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാതിരുന്നത്? അത് ഈ ഗുണം ആളുകൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഒരു നടപടിയാകുമായിരുന്നു. എന്തുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്നത്? ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം പറയുന്നു ആന്റി പ്രോഫിറ്റിയറിംഗ് ക്ലോസ് ഉണ്ട്. ശരി, ആന്റി പ്രോഫിറ്റിയറിംഗ് ലോ ഉണ്ട്. പക്ഷേ പ്രശ്നം അതെങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കോമ്പറ്റീഷൻ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് മത്സരം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കുത്തക സ്വഭാവമല്ലേ മാർക്കറ്റിലുള്ളത്? ഇതിന്റെ ഗുണം കിട്ടില്ല എന്ന ആശങ്കയ്ക്ക് കാരണം എന്താ? മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല നടക്കുന്നത്, യഥാർത്ഥമായിട്ടുള്ള മത്സരം നടക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ വൻകിട ഉൽപാദകർ, കുത്തകകൾ, അവർ വില നിശ്ചയിക്കുന്നു എന്നതാണ് ഫലത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു വൻകിട ഉൽപാദകരുടെ ബ്രാൻഡ് വാങ്ങണമെങ്കിൽ അവർ പറയുന്ന വില കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ അതുകൊണ്ട് പറയുന്നത് പോലെ അല്ല, ഓപ്പറേഷൻ സൈഡിൽ ഈ കാര്യങ്ങൾ വലിയ തർക്കത്തിൽ തന്നെയാണ് എന്നുള്ളതിൽ യുക്തിയുണ്ട്. അല്ലല്ല, ഒരു തർക്കമില്ല. രാജേഷ് പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ടാക്സ് കുറയും, എല്ലാ സാധനങ്ങളും രാജേഷ് ഒന്ന് പറഞ്ഞു, ടാക്സ് കുറയും. ഒരു മിനിറ്റ്, രാജേഷിലേക്ക് വരാം. അല്ലല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശരി, ഞാൻ ഇത്രയും സമയം പത്മകുമാറിന് മറുപടി പറയുന്നു. ലാൽ, ഞാൻ പറഞ്ഞത് ഇവിടെ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം, ഇപ്പൊ അടിയന്തരമായ നഷ്ടമുണ്ടാകുമോ നേട്ടമുണ്ടാകുമോ എന്നതിനേക്കാൾ അപ്പുറമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കേരളം പോലൊരു കൺസ്യൂമർ സ്റ്റേറ്റിന് ഇത് ഗുണകരമാവുമെന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് എന്നത് ശരി തന്നെ തൽക്കാലത്തേക്ക്. പക്ഷെ പ്രശ്നം എന്താ? ചില ദീർഘകാല പ്രശ്നങ്ങൾ ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് കാണാതിരുന്നുകൂടാ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇനി സംസ്ഥാന ധനമന്ത്രിമാർക്ക് വലിയ ചുമതലയൊന്നും ഉണ്ടാവില്ല എന്നതാണ്. നികുതി നിരക്ക് നിശ്ചയിക്കുക, നികുതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അധിക വിഭവ സമാഹരണം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇനി വലിയ റോള് സംസ്ഥാന ധനമന്ത്രിമാർക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ GST കൗൺസിലിന് അപേക്ഷ കൊടുക്കണം എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നത് വലിയ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ പ്രശ്നം തന്നെയാണ്. അതിൽ ഫെഡറൽ തത്വങ്ങളുടെ പ്രശ്നമുണ്ട്, അതിൽ ജനാധിപത്യ അധികാരത്തിന്റെ ശോഷണത്തിന്റെ പ്രശ്നമുണ്ട്, സംസ്ഥാന സർക്കാരുകളുടെ അധികാരം പരിമിതപ്പെടുന്നതിന്റെ പ്രശ്നമുണ്ട്. ഇനി GST കൗൺസിലായിരിക്കും നികുതി നിരക്ക് നിശ്ചയിക്കുക. അവർ നമ്മുടെ ചർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ചത്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഈ 14% കിട്ടുന്നത് കൊണ്ട് വേണമെങ്കിൽ കൈകെട്ടിയിരിക്കാം എന്ന് ആരെങ്കിലും തോമസ് ഐസക്കിനെ നോക്കി പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇപ്പോൾ MP രാജേഷ് ചൂണ്ടിക്കാട്ടിയതാണ്. അത് ഫെഡറൽ സംവിധാനത്തിനെ ബാധിക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ ഫെഡറൽ സംവിധാനം എന്ന്? എപ്പോഴും ഫെഡറൽ സംവിധാനം, എല്ലാവരും കൂടി ജനാധിപത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും കൂടി ഇരുന്ന് എടുക്കുന്ന തീരുമാനം, അത് BJPയുടെ കാഴ്ചപ്പാടാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ. അല്ല, പത്മകുമാർ, താങ്കൾക്ക് തന്നെയാണ് അവസരം. BJPയുടെ സത്യത്തിൽ ഇത്തരത്തിലുള്ള എല്ലാം യൂണിഫോം ആക്കി കൊണ്ടുവരുന്നതിലുള്ള, ഇപ്പോൾ ഈ ടാക്സ് യൂണിഫോം കോഡിലേക്ക് കൊണ്ടുവരുന്നു, അതുപോലെ രാജ്യം മുഴുവൻ ഒരേ സമ്പ്രദായത്തിലേക്ക് പലതും കൊണ്ടുവരാനുള്ള ശ്രമം BJPക്കുണ്ട്. അങ്ങനെയൊക്കെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി BJP ചിന്തിക്കുന്നത് എന്താണ്? ഇതെല്ലാം ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക്, ഒരു ദേശീയതയുടെ കീഴിൽ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണോ? ഇനി എനിക്ക് 2 മിനിറ്റ് തരണം, എന്നിട്ട് ഇടയ്ക്ക് വീഴാവും. ഇതിൽ ഞാൻ പറഞ്ഞ ഇതിൽ ഈ GST കൗൺസിലാണ് തീരുമാനമെടുക്കുന്നത്. GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ 2 ഭാഗം ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ധനകാര്യ മന്ത്രിമാരാണ്. അത് ഏറ്റവും വലിയ ജനാധിപത്യമാണ്. നിങ്ങൾ വേറെ പല സ്ഥലത്ത് മാത്രം ചർച്ച ചെയ്താലേ ജനാധിപത്യം വരുമെന്ന് ചിന്തിക്കരുത്. ഭൂരിപക്ഷം അഭിപ്രായം അനുസരിച്ച് 75% വോട്ടുണ്ടെങ്കിൽ പാസ്സാക്കി എടുക്കാൻ. ഭൂരിപക്ഷം മാത്രം തീരുമാനിച്ചല്ല ഇന്ത്യയിൽ എല്ലാവർക്കും നീതി കിട്ടുന്നത്. ഒരുപക്ഷെ ശബ്ദമില്ലാത്തവർക്ക് കൂടി ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു രാജ്യമാണിത്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. ഇവിടെ ശബ്ദം ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ധനകാര്യ മന്ത്രിമാർ പോയി സംസാരിക്കേണ്ടത്.
പേരിൽ പ്രശ്നമുള്ളവൻ മരിച്ചു വീഴുമ്പോഴാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് ഡോക്ടർ ഐസക് പറയുന്നത് അതുകൊണ്ടാണ്. ചർച്ച ഡൈവേർട്ട് ചെയ്യരുത്. ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് വിഷയം ഡൈവേർട്ട് ചെയ്യരുത്. പശുവിനെ ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ആ ഡൈവേർട്ട് ചെയ്യരുത് വിഷുവിനെ. ഇവിടുത്തെ പ്രശ്നം എന്താ? ധനകാര്യമന്ത്രിമാരെല്ലാം ഈ സംസ്ഥാനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. അവർ പറയുന്ന കാര്യങ്ങളാണ് തീരുമാനമെടുക്കുന്നത്. ധനകാര്യമന്ത്രിക്ക് ജോലിയില്ല ഇനി മേലെ. എന്തുകൊണ്ടാണ്? അതല്ല പ്രശ്നം. ഇവിടെ മുഴുവൻ അതിൽ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ല, അതല്ലേ ഇനി രാജേഷ് പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ മറുപടി പറയാം. ധനകാര്യമന്ത്രിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ തുടർന്നു വരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും ഒരു മാറ്റം വരികയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്നത് മാത്രമേ നല്ലത് എന്നുള്ള ചിന്തിക്കരുത്. രണ്ട് ഇനി രാജേഷിനെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾക്ക് സമരം ചെയ്യാതിരിക്കുക. ബഡ്ജറ്റ് വിറ്റു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി ബഡ്ജറ്റ് വിറ്റു, ടാക്സ് കൂട്ടി അല്ലെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് വിറ്റു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വലിയ തമാശയാണ്. രാജേഷ് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പത്മകുമാർ, താങ്കളോട് തന്നെയാണ് ചോദിക്കുന്നത്. ബഡ്ജറ്റ് വിറ്റില്ല എന്ന് പറയുമ്പോൾ വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രം സഹായകരമായ രീതിയിലേക്ക് ചെറുകിടക്കാരെ മുഴുവൻ തള്ളിക്കൊണ്ടുള്ള നിലപാടുകൾ എടുത്ത് ആ നയത്തിനനുസരിച്ചുള്ള കച്ചവടവും വ്യവസായവും നടക്കാനുള്ള ഒരു ഒത്താശ ചെയ്യുന്നത് ബഡ്ജറ്റ് ഒന്നടങ്കം ഐഡിയോളജിയാണ്. ഇതൊരു യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവുമില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ടാക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരണമെങ്കിൽ GST കൗൺസിലിന് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിചാരിച്ചാൽ പറ്റില്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് വിചാരിച്ചാൽ പറ്റില്ല. GST കൗൺസിലിന് മാത്രമേ ഈ ടാക്സിൽ വേരിയേഷൻ വരുത്താൻ പറ്റൂ. കുറയ്ക്കുകയോ കൂട്ടുകയോ അനുഭവത്തിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞോട്ടെ, അനുഭവത്തിൽ മാറ്റം വരുത്താൻ പറ്റൂ. അതിനാണ് ഈ 29 സംസ്ഥാനത്തിന്റെയും ധനകാര്യമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രിയും എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിക്കുന്നത്. അതിൽ ഒരു എന്താ തെറ്റ്? പിന്നെ നേരത്തെ പറഞ്ഞ രാജേഷ് പറഞ്ഞ ഒരു കാര്യത്തിലൂടെ മറുപടി പറയണം. അദ്ദേഹം പറഞ്ഞത് നികുതി കുറവ് വരുമ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ വാറ്റ് അനുസരിച്ച് കേരളത്തിൽ 5% സ്വർണത്തിനുണ്ടായിരുന്നല്ലോ. 80,000 കോടി രൂപയുടെ സ്വർണം വിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു വർഷം വിൽക്കുമ്പോൾ 350 കോടിയല്ലേ നികുതി കിട്ടിയിട്ടുള്ളൂ. നികുതി ചോർച്ചയല്ലേ ഉണ്ടായിട്ടുള്ളൂ. 4,000 കോടി കിട്ടണ്ടേ? അപ്പോ ഈ ഒരു സംവിധാനം നിലവിൽ വരുമ്പോൾ നികുതി കുറയുമെന്ന് പറഞ്ഞാലും കൂടുതൽ ആളുകൾ ടാക്സ് നെറ്റിലേക്ക് വരും. അത് നികുതി വരുമാനം. താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് ശ്രീ PM സുരേഷ് ബാബുവിലേക്ക് ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM സുരേഷ് ബാബു, ഈ പറയുന്ന അർത്ഥത്തിൽ നികുതി വെട്ടിക്കുന്ന ആളുകൾക്ക് മുഴുവൻ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു വലിയ സംവിധാനം വരുന്നു. രാജ്യത്ത് മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം കൂട്ടിക്കുഴച്ച് നികുതിയെ ഏകീകരിച്ച് കൊണ്ടുവരുന്ന കാര്യത്തിൽ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷമൊക്കെ ആഘോഷത്തിന്റെ വേളയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെ തെറ്റായി ചിത്രീകരിക്കുന്നു എന്ന ആരോപണത്തിന് ഉത്തരമുണ്ടോ? പിന്നെ ഞങ്ങൾക്കറിയില്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ടോട്ടലായിട്ട് എതിർക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ കോൺഗ്രസ് ഇതിനകത്തൊരു നല്ല വശങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അത് അടിസ്ഥാനപരമായി അത് നിൽക്കുമ്പോഴും ഇന്ത്യയുടെ പ്ലൂരാലിറ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രശ്നം ഇവിടെ കിടക്കുന്നുണ്ട്. അതെന്താണ്? നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ പ്ലൂരാലിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെതായ പ്രത്യേക ഘടനാ സംവിധാനങ്ങളും സ്വഭാവ രീതികളും ജീവിത ശൈലികളും ഒക്കെയുണ്ട്. അവിടെയൊക്കെ കൂടി ഇരുന്നു കൊണ്ട് ഇന്ത്യ ഒന്നായി കാണുന്ന ഒരു ആ യൂണിറ്റിയെക്കുറിച്ച് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിട്ടല്ല, പക്ഷേ അതിനുള്ളൊരു സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരുന്നത്. പക്ഷേ ഞങ്ങളുടെ കാലത്ത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷെ അന്നുണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ വ്യത്യസ്തത വരുത്തി ഒരു ചരടിൽ കോർക്കുന്നു എന്ന നിലയ്ക്ക് വന്നിട്ട് ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളിലൂടെ ഒരു കടന്നുകയറ്റത്തിന് ഇത് കാരണമാകുന്നു എന്നതൊരു വസ്തുതയാണ്. അതാണ് ശ്രീ രാജേഷ് പറഞ്ഞതിനോടുള്ള എൻ്റെ യോജിപ്പ്. ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആ ഫെഡറലിസത്തിൻ്റെ തകർച്ച നമുക്ക് ഈ സാമ്പത്തിക ഘടനയിൽ നമുക്ക് ദൃശ്യമാകാൻ കഴിയും. ശ്രീ PM സുരേഷ് ബാബു, ഇപ്പോൾ ശ്രീ JR പത്മകുമാർ പറഞ്ഞത് GST കൗൺസിലിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം 75% അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ എന്നാണ്. ഒരുപക്ഷെ BJPയുടെ വലിയ ആത്മവിശ്വാസം കാര്യങ്ങളെല്ലാം ഈ 75% എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തോന്നലും അത് ആ ആത്മവിശ്വാസവുമാണോ ഇങ്ങനെ ഒരു ആഘോഷത്തിലൂടെ എല്ലാം പ്രഖ്യാപിച്ച് ഏകീകരിച്ചിറങ്ങാൻ ഇടയാക്കിയിട്ടുള്ളത്? അല്ല, അത് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ റിയാലിറ്റി ബോധ്യപ്പെടാത്തൊരു കൂട്ടരാണ്.
ആ റിയാലിറ്റിയിലേക്ക് എങ്ങനെയൊക്കെയാണ് BJP വലുതായത് എന്നും എങ്ങനെയൊക്കെയാണ് കോൺഗ്രസിൻ്റെ തകർച്ചയുണ്ടായത് എന്നും കോൺഗ്രസ് തകർന്നെടുത്തുനിന്ന് എങ്ങനെയാണ് അത് വലുതായി വന്നിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു യാഥാർത്ഥ്യപൂർവമായ സമീപനം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളത്. ഇതൊരു ടെമ്പററി ഫിനോമിനൻ, ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ട് മാത്രം കാണുന്നവരാണ് ഞങ്ങളൊക്കെ. ഇതിന് ഏറ്റവും അടുത്ത് തന്നെ അന്ത്യമുണ്ട് BJPയുടെ അപ്രമാദിത്വത്തിന്. ഞാൻ പക്ഷേ ആ രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ, ഞാൻ പറയുന്നത് അവിടെയല്ലല്ലോ പ്രശ്നം. ഒരു വ്യത്യസ്തതയുള്ള ചില വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ സംസ്ഥാനങ്ങളും. അരുണാചൽ പ്രദേശിൻ്റെ സാംസ്കാരികത കേരളത്തിൻ്റെ സാംസ്കാരികതയും തമ്മിലൊക്കെയുള്ള ആ ഒരു വ്യത്യാസം, അങ്ങനെയുള്ള അതിനെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു പഴയ ഫെഡറലിസത്തിൻ്റെ സിസ്റ്റം നമ്മൾ അംഗീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സംവിധാനത്തിന് തകരാറ് സംഭവിക്കും എന്നതുകൊണ്ട് ഇതിനോട് വളരെ സൂക്ഷ്മമായ ഒരു സമീപനം മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ GSTയെ നമ്മൾക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ഒരു രാജ്യം ഒരു നികുതി എന്ന് പറഞ്ഞ് BJP ഈ അർദ്ധരാത്രിയിൽ പ്രഖ്യാപിച്ചിറങ്ങുന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്നതിലേക്കുള്ള ചുവടുവയ്പ്പാണോ എന്നാണ് ശ്രീ MP രാജേഷ്. BJP കേന്ദ്ര സർക്കാർ ഈ വലിയ ആഘോഷത്തിന് പോകുന്നതിനുള്ള കാരണങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും അവർ മോഡിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ ആഘോഷത്തിന് തയ്യാറാകുന്നത് ഈ ഒരു രാജ്യം ഒരു നികുതി എന്നതിലൂടെ BJPയുടെ അപ്രമാദിത്വം, മോഡിയുടെ ഒരു വലിയ ഇമേജ് വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, ഗാന്ധിയെയും നെഹ്റുവിനെയും ഒരുപോലെ ഉപയോഗിച്ച് മോഡിയെയും അതിനനുസരിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് പാർലമെന്റിലെ ഈ ആഘോഷത്തിലൂടെ കൊണ്ടുവരിക, അങ്ങനെ ഒരു രാജ്യം ഒരു പാർട്ടി എന്നതിലേക്ക് നീങ്ങുക, ഇതിന്റെ സൂചനയാണോ, ഇതിന്റെ ചുവടുവയ്പ്പാണോ ഈ കാണുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയണം. നമ്മൾ GSTയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യണമല്ലോ. ഇവിടെ നമ്മൾ ശ്രീ പത്മകുമാർ ഇവിടെ പറഞ്ഞു സംസ്ഥാനങ്ങളുടെ അധികാരത്തെക്കാൾ വലുതാണ് GST കൗൺസിലിൽ, അതാണ് കൂടുതൽ ജനാധിപത്യപരം എന്ന്. നമ്മൾ കാണേണ്ടത് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള സവിശേഷമായിട്ടുള്ള വിഭവ ആവശ്യങ്ങളുണ്ട്, ആ സവിശേഷമായിട്ടുള്ള മുൻഗണനകളുണ്ട്. അത് നിർവഹിക്കാനുള്ള വിഭവ സമാഹരണത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള മാർഗങ്ങളുമുണ്ട്. അത് കണക്കിലെടുക്കാതിരുന്നുകൂടാ. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ വിഭവ സമാഹരണത്തിൻ്റെ സ്രോതസ്സുകളും മാർഗങ്ങളും ആവില്ല കേരളത്തിൻ്റേത്. ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നോക്കൂ, ഒരു സംസ്ഥാന സർക്കാരിന് അത് ഒരു വർഷം സമാഹരിക്കേണ്ട നികുതിയുടെ അളവും വ്യാപ്തിയും എത്ര, അതെങ്ങനെ സമാഹരിക്കാം എന്നതിലൊന്നും ഒരു അധികാരവും ഇല്ലാതാവുകയാണ്. അത് GST കൗൺസിലിൻ്റെ അനുമതിക്ക് മാത്രം വിധേയമായിട്ടേ കഴിയൂ. ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫാറ്റ് ടാക്സ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. ബർഗർ പോലുള്ള കൊഴുപ്പേറിയ ഉൽപ്പന്നങ്ങൾ കേൾക്കാമോ? ഒറ്റ കാര്യം ഞാൻ പത്മകുമാർ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഒരു മിനിറ്റ് അത് ശരിയായ രീതിയല്ല. വരുമ്പോ തടസ്സപ്പെടുത്തുക എന്നതൊരു ശരിയായ രീതിയല്ല. ഞാൻ വഴങ്ങുന്നില്ല. ഞാൻ താങ്കളുടെ ഇടപെടലിന് വഴങ്ങുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഫാറ്റ് ടാക്സ് ലോകം ശ്രദ്ധിച്ചതാണ്. കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഫാറ്റ് ടാക്സ് BBC പോലുള്ള മാധ്യമങ്ങൾക്കൊക്കെ പ്രധാന വാർത്തയായിരുന്നു. അത് കൊഴുപ്പ് നികുതി, അതുപോലുള്ള ലക്ഷറി ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള നികുതി ഏർപ്പെടുത്തുക എന്നത് ഒരു സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന്റെ ഐഡിയോളജിയുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ ഐഡിയോളജിയുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ലക്ഷറി ഉൽപ്പന്നങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ഏർപ്പെടുത്തുക, അങ്ങനെ സമാഹരിക്കുന്നത് സാമൂഹിക ക്ഷേമ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുക, അങ്ങനെയുള്ളൊരു വിഭവ സമാഹരണത്തിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുമോ? ഇനി ലക്ഷറി ടാക്സ് പോലെ അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് നികുതി പോലെ ഒന്ന് GST കൗൺസിലിന്റെ അനുമതി ഇല്ലാതെ നടപ്പാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയത് കൊണ്ടത് യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല. പിന്നെ ഇനി ലാലിന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഒരു രാഷ്ട്രം ഒരു നികുതി എന്നതിൽ മാത്രമല്ല, മോദിയുടെ അപ്രമാദിത്വം മാത്രമല്ല, ഇവിടെ സംഘപരിവാറിന്റെ ഒരു ഐഡിയോളജിയുമായിട്ട് കൂടി നമുക്കിതിനെ ചേർത്ത് വായിക്കാവുന്നതാണ്. ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഇപ്പോൾ ഒരു കമ്പോളം. അതാണല്ലോ GSTയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുന്നത്. ഈ ഒരു GST വരുമ്പോൾ കമ്പോള നാഷണൽ മാർക്കറ്റായിട്ട് യൂണിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ
ഹിന്ദുത്വ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന്റെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് നമുക്കിതിനെ കാണാം എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. GST നടപ്പാക്കേണ്ട എന്നുള്ളതല്ല, അല്ലെങ്കിൽ GSTയെ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയല്ല. ഈ അമിതമായ ആഘോഷത്തിന്റെയും അത്യുത്സാഹത്തിന്റെയും പിന്നിലുള്ള രാഷ്ട്രീയ അന്തർഗതങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായും ശ്രീ JR പത്മകുമാർ അതിനൊരു മറുപടി ആവശ്യമാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് എനിക്ക് CPM-ന്റെ അഭിപ്രായമാണോ എന്നൊരു അഭിപ്രായമില്ല. എങ്കിൽ ഈ അഭിപ്രായങ്ങളെല്ലാം GSTയെ ഈ തത്വത്തിൽ എതിർക്കുക, നയത്തിൽ എതിർക്കുക എന്നുണ്ടെങ്കിൽ തോമസ് ഐസക് ചെയ്യേണ്ടതാണ്. മാത്രമല്ല GST പാസ്സായത് രാജ്യസഭയിൽ അൺഒപ്പോസ്ഡ് ആയിട്ടാണ്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പാസ്സാക്കിയത്. അങ്ങനെ ഒരു നിലപാട് CPM-ന് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യസഭയിൽ ഉന്നയിക്കണമായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയുമ്പോൾ എനിക്ക് അവസരം തന്നു, നിങ്ങൾ അതിലിടപെടരുത്. അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നുവെങ്കിൽ CPM അത് പറയണമായിരുന്നു. അൺഒപ്പോസ്ഡ് ആയിട്ടാണ് അവിടെ ഇത് പാസ്സായിട്ടുള്ളത്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് സംഘപരിവാറിൻ്റെ അടിച്ച്, ഞങ്ങൾ എന്തായാലും കമ്മ്യൂണിസം നടപ്പിലാക്കാനും കാർൽ മാർക്സിന്റെ നയം നടപ്പിലാക്കാനല്ലല്ലോ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഐഡിയോളജിയും അതിന് ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോഴും അത് ഐഡിയോളജിയായിട്ട് ബന്ധം ഉണ്ടാവും, അതിലൊന്നും ഒരു സംശയവുമില്ല. അത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ. അവിടെയാണ് ശ്രീ JR പത്മകുമാർ, അതായത് ഒരു മതം, ഒരു രാഷ്ട്രം, ഒരു സംസ്കാരം, ഒരു കമ്പോളം എന്നുള്ള നിലയിലേക്കുള്ള നിങ്ങളുടെ ഐഡിയോളജി നടപ്പിലാക്കാനാണെന്ന് അങ്ങ് സമ്മതിക്കുമ്പോൾ സാമ്പത്തിക സമ്പ്രദായത്തിലെ പരിഷ്കരണമാണ് യൂറോപ്പും അമേരിക്കയും ആകാൻ പോകുന്നതാണ് എന്നുള്ളത് അവിടെ പൊളിയുകയാണ്. ശ്രീ JR പത്മകുമാർ, ഇപ്പോൾ നേരത്തെ ശ്രീ MP രാജേഷ് ചൂണ്ടിക്കാട്ടിയ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ശ്രീ PM സുരേഷ് ബാബുവും പറഞ്ഞത് ഇതൊരു പ്ലൂറലിസമുള്ള രാജ്യമാണ്, വൈവിധ്യമുള്ള സംസ്കാരമാണ് നമുക്കുള്ളത്. അതേസമയം ഇവിടെ ഓരോ സംസ്ഥാനങ്ങൾക്കും കഴിവുണ്ട്, കഴിവുകേടുകളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന സാമ്പത്തിക സമ്പ്രദായത്തിന് ഒരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ഒറ്റയടിക്ക് ഒരു ഭാഷ, ഒരു മതം, ഒരു സംസ്കാരം, ഒരു കമ്പോളത്തിലേക്ക് പോകുന്ന നിങ്ങളുടെ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, കോൺഗ്രസിനെതിരായി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രാത്രിയുടെ ആഘോഷമാണ്. അതാണ് ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു രാഷ്ട്രം, ഒരു പാർട്ടിയായി ജനങ്ങൾ കേൾക്കുന്നുണ്ട്. വാചകക്രസത്തിലല്ല, അത്യാവശ്യം 17 വർഷം ഇത് ചർച്ച ചെയ്ത കാര്യമാണ്. ഒരു 17 വർഷം ചർച്ച ചെയ്തതിന് ശേഷം വരുന്ന 2000 മുതൽ ഇതിന്റെ പല രീതിയിൽ വാറ്റുമായി ബന്ധപ്പെട്ട അന്ന് അസിം ദാസ് ഗുപ്ത ആയിരുന്നു എൻപവർ കമ്മിറ്റിയുടെ ചെയർമാൻ. അന്ന് തൊട്ട് ചർച്ച ചെയ്തു വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് GST എന്ന ആശയത്തെ അല്ല ഇവിടെ എതിർക്കുന്നത്. അത് കേൾക്കാതെ എല്ലാം ഒരു സംസ്കാരമാക്കുന്നത് എങ്ങനെ? ടാക്സ് എന്നുള്ളതിനെയാണല്ലോ ആക്ഷേപിച്ച് എതിർത്തത്. അത് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം, നമുക്ക് എല്ലാവർക്കും അറിയാം വ്യത്യസ്ത സാമ്പത്തിക സ്ഥിതിയുള്ള സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഓരോ സംസ്ഥാനത്തിനും ഈ ഓരോ സംസ്ഥാനത്തിനും ഫൈനാൻസ് കമ്മീഷൻ എന്തിനാ പൈസ കൊടുക്കും? ഇപ്പൊ 14ാം ധനകാര്യ കമ്മീഷൻ 42% ടാക്സ് ഒരേ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേക അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, അവിടുത്തെ കടം വാങ്ങാനുള്ള കഴിവ്, അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ ബാക്കി ജിയോഗ്രഫിക്കൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സെൻട്രൽ കിട്ടുന്ന ടാക്സ് മോഡി വീട്ടിൽ കൊണ്ട് വയ്ക്കുകയല്ല, ഇത് സംസ്ഥാനങ്ങളുടെ സ്ഥിതിയിലുള്ള കച്ചവടവും വ്യവസായവും നടക്കുകയാണെങ്കിലാണ് അങ്ങ് ഈ പറയുന്ന അവസ്ഥ വരുന്നത്. പക്ഷേ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഒരു നയമുണ്ട്, അത് ഒരേ രീതിയിൽ രാജ്യത്തെ ആക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ചില കച്ചവടങ്ങൾ ഇവിടെ നടക്കണ്ട എന്ന് ഇപ്പോൾ തന്നെ തീരുമാനിച്ചത് നമ്മൾ പല ദിവസങ്ങളായി കണ്ടതാണ്. ചില തൊഴിലുകൾ ഇല്ലാതെയാകുന്നു, ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ നിയമങ്ങൾ ഉണ്ടാകുന്നു. ഒരു മിനിറ്റ് ഈ കശാപ്പ് നിയന്ത്രണം ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്കറിയാം, ഇല്ല അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഒരുപാട് പേരുടെ തൊഴിലില്ലാതാക്കിയതാണ്, രാജ്യത്തെ എത്രയോ കോടിക്കണക്കിന് ആളുകളുടെ തൊഴിലില്ലാതാക്കിയതാണ്. അപ്പോൾ ഒരു മിനിറ്റ് ശ്രീ പത്മകുമാർ, ഒരു മിനിറ്റ് അങ്ങ് തർക്കിക്കരുത്. ഒരു മിനിറ്റ്. അതായത് രാജ്യത്ത് ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കുക, പല നിയമങ്ങൾ കൊണ്ടുവരിക, ചില നിയമങ്ങളിലൂടെ ചില വ്യവസായങ്ങൾ ഇല്ലാതാകുക, ചില തൊഴിലുകൾ ഇല്ലാതാകുക, അതിനുശേഷം GST വരിക. ഇങ്ങനെ വരുമ്പോൾ GST വരണം. ഇപ്പോഴുള്ള തൊഴിലുകളും ഇപ്പോഴുള്ള കച്ചവടങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടല്ലാതെ വരേണ്ടത്. സംസ്ഥാനങ്ങൾക്ക് സംശയമുണ്ട്, അതാണ് സംസ്ഥാനങ്ങൾക്ക് ഭാവിയിൽ ആ ആശങ്ക പരിഹരിക്കാനുള്ള
നയങ്ങൾ നിങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. ഒറ്റ പോയിന്റ്. ഐസക്ക് നമ്മുടെ ധനകാര്യമന്ത്രി ചില സംശയങ്ങൾ ഉന്നയിച്ച് ചില അമെൻമെന്റുകൾ വന്നപ്പോ 75% ഭൂരിപക്ഷം ഇന്നലെ നിലവിലുള്ള ഗവൺമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് പോലും അത് അംഗീകരിച്ചു കൊടുത്തത് ഇവരെല്ലാം ഉൾക്കൊള്ളാനാണ്. അതല്ലാതെ ഞങ്ങളുടെ നയം നടപ്പിലാക്കാനല്ല. അതാണല്ലോ ഐസക്ക് വളരെ ആവേശത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നടപ്പിൽ വരുത്തിയത് അത് ഞങ്ങളെ എല്ലാവരെയും യോജിച്ചു കൊണ്ടുപോകാനുള്ള ഒരു രീതിയാണ്. ശ്രീ പി എം സുരേഷ് ബാബു, UPA സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഡൽഹിയിൽ വന്ന് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ സംസ്ഥാനത്തെ ഞങ്ങളുടെ അവകാശങ്ങൾ ഇവിടെ ഹനിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെയാകുന്നു, ഞങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലേ? അതല്ലേ ഇപ്പോൾ ഇവിടെ തിരിച്ച് വീണ്ടും ഈ NDA സർക്കാർ അതിനെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇപ്പോഴും പ്രയോഗിക്കുന്നത്? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ചിലതൊക്കെ ഫാക്ട്സിന് എനിക്ക് കൺസീഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. UPAയുടെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെയൊക്കെ തുടക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ വസ്തുതകൾ. പക്ഷേ ഈ പ്ലൂറലിസത്തെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ UPA ഗവൺമെൻറ് എന്നതുകൊണ്ട് ഇതിൻ്റെ ഇത്തരം ചില ഓഫ് ഷൂട്ട്സ് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന വിശ്വാസത്തിലാണ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളൊക്കെ എന്നത്. ഇപ്പോഴിവിടെ ചർച്ചയിൽ തന്നെ നമ്മൾ വന്നല്ലോ, പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും ഒരു ഏകത കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ജനജീവിതത്തിൻ്റെ സംസ്കാരത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് ബീഫിൻ്റെ കാര്യത്തിൽ, കശാപ്പുകളുടെ കാര്യത്തിൽ, ജീവിത നിർവഹണത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും ഒരു ഏകത എന്ന മനോഭാവത്തോടു കൂടി കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്ലൂരാലിറ്റിയെ നശിപ്പിച്ച് ഇന്ത്യ ഒരു ഏകാധിപതിയുടെ കീഴിലേക്കാക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിലൂടെയൊക്കെ സംജാതമാകും എന്ന ഭയവും കൂടി ഈ നാട്ടിലെ പ്രതിപക്ഷങ്ങൾക്ക് ഉണ്ട്. അത് എംഫസൈസ് ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് ഇതിനോട് സഹകരിക്കാതിരിക്കുക എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുള്ളത്.